ഇന്ന് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഫറെൻറ്റ് റെസിപ്പിയാണ്. നമ്മളെല്ലാവരും കറിക്കായ അല്ലെങ്കിൽ വാഴക്കായ കൊണ്ടുള്ള ബജി കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇന്ന് ഞാൻ നേന്ത്രക്കായ അല്ലെങ്കിൽ ഏത്തയ്ക്ക കൊണ്ടുള്ള ബജിയാണ് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് ആവശ്യമുള്ളത് നല്ല വിളഞ്ഞ എന്നാൽ പഴുത്തു പോകാത്ത ഏത്തയ്ക്കയാണ്. ഞാനിവിടെ 2 കായ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. കറ പോകാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇനി നമുക്കതിനെ ബജി ഉണ്ടാക്കാനായി അധികം കനമില്ലാത്ത പീസസായിട്ട് സ്ലൈസ് ചെയ്ത് വെക്കാം. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. ഇനി നമുക്ക് ബജി ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാമേ. ഞാനിവിടെ കടലമാവാണ് എടുത്തിരിക്കുന്നത്. കടലമാവിന് പകരം ഗോതമ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നമ്മളിതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ആദ്യം നമുക്കിതിലേക്ക് എരിവിനും കളറിനും ആവശ്യമായ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാമേ. അധികം എരിവ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തത്. അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള കായപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ആദ്യമേ വെള്ളം ഫുൾ ഒഴിക്കാതെ കുറച്ച് ഒഴിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതിയേ. ഇനിയൊരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കായയുടെ പീസസ് ഓരോന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും കടലമാവിൽ മുക്കിയെടുത്ത കായ ഓരോരോ പീസസായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കാവേ. എന്നാൽ മാത്രമേ നമ്മുടെ ബജി നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കായെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡ് കൂടി നന്നായിട്ട് മുരിച്ചെടുക്കാമേ. ഇപ്പം നമ്മുടെ ബജിയുടെ 2 സൈഡ് നന്നായി മുരിഞ്ഞ് ഉള്ളിലെ കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടേ. പാകമായി കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാമേ. ബാക്കിയുള്ള എണ്ണ കൂടി വലിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് വെറൈറ്റിയായ ഏത്തയ്ക്ക ബജി റെഡി ആയിട്ടുണ്ടേ. നമ്മളെല്ലാവരും ഈ കായ നന്നായി പഴുത്ത ശേഷം പഴംപൊരിയായിട്ടല്ലേ കഴിച്ചിട്ടുണ്ടാവുക. ഇനിയൊരു തവണ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.